ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടു തുല്യത ഹിസ്റ്ററിയിലെ കഴിഞ്ഞൊരു വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണിത്, പാർട്ട് 2. നമ്മൾ എല്ലാ പാഠങ്ങളിലെയും 2, 3, 4 മാർക്കിന് വരുന്ന സാധ്യതാ ചോദ്യങ്ങളാണല്ലേ ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ചാപ്റ്റർ വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3, 4, 2 ആ ക്വസ്റ്റ്യൻ മാത്രമല്ല കേട്ടോ, ചിലതൊക്കെ നമ്മൾ 5 മാർക്കിൻ്റെയും 6 മാർക്കിനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കേട്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഈ ഒരു 2-3 വീഡിയോയോട് കൂടിയിട്ട് ഞാൻ ഉറപ്പ് പറയുകയാണ്, നിങ്ങൾ ഹിസ്റ്ററി നിങ്ങൾക്ക് തറവായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കും, ഉറപ്പാണ്. കാരണം 2-3 പ്രാവശ്യം ഈ വീഡിയോ തന്നെ കേട്ടാൽ മതി. അപ്പോൾ ഒട്ടും നമ്മൾ സമയം പാഴാക്കുന്നില്ല. നമ്മൾ 4ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്, സഞ്ചാരികളുടെ കാഴ്ചകളിലൂടെ കേട്ടോ. ആ ചാപ്റ്ററിൽ നിന്ന് കൂടുതലായിട്ട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം കിതാബുൽ ഹിന്ദ്. കിതാബുൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കാം കേട്ടോ. അറബിയിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് എന്ത്, കിതാബുൽ ഹിന്ദ്. ആരാണ് എഴുതിയത്? അൽബറൂനിയാണ് കിതാബുൽ ഹിന്ദ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആരാ എഴുതിയത്? അൽബറൂനിയാണ്. അൽബറൂനി എഴുതിയിട്ടുള്ള അറബിയിലൊരു പുസ്തകമാണ്. 80 അധ്യായങ്ങളുണ്ട് കേട്ടോ. അതിന് 80 അധ്യായങ്ങളുണ്ട്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മതം, തത്വശാസ്ത്രം, ഉത്സവം, വാനശാസ്ത്രം, ആൽക്കമി, ആചാരങ്ങൾ, മര്യാദകൾ, സാമൂഹിക ജീവിതം, അളവ്, തൂക്കം, വിഗ്രഹാരാധന, നിയമം, മെട്രോളജി. ഈ കാര്യങ്ങളൊക്കെ എന്തിലെ വിഷയങ്ങളാണ്? കിതാബുൽ ഹിന്ദിലെ വിഷയങ്ങളാണ്. ഒന്നുകൂടി പറയാം: മതം, തത്വശാസ്ത്രം, ഉത്സവങ്ങൾ, വാനശാസ്ത്രം, അളവ് തൂക്കങ്ങൾ, സാമൂഹിക ജീവിതം, ആൽക്കമി, ആചാര മര്യാദകൾ, നിയമം, മെട്രോളജി. മെട്രോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർമെൻറ്റിനെ കുറിച്ച് പഠിക്കുന്ന, അതായത് അളവെടുപ്പിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത്, മെട്രോളജി എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്തിൽ പറയുന്നുണ്ട്? കിതാബുൽ ഹിന്ദിൽ പറയുന്നുണ്ട്. ഇനി അൽബറൂനി അദ്ദേഹത്തിൻ്റെ യാത്രയിൽ നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ചോദിക്കുന്നത്. അൽബറൂനി അദ്ദേഹത്തിൻ്റെ യാത്രയിൽ നേരിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് കേട്ടോ. ഭാഷ, വിശ്വാസങ്ങളിലും ആചാരങ്ങളിലുമുള്ള വ്യത്യസ്തത, മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിയുന്ന പ്രാദേശിക ജനത, വിദേശികളെ സംശയദൃഷ്ടിയോടെ നോക്കിയ നാട്ടുകാർ. ഇതൊക്കെയാണ് ഇന്ത്യയിലേക്ക് വന്നപ്പം അൽബറൂനിക്ക് തൻ്റെ യാത്രയിൽ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത്, അൽബറൂനി ജാതി വ്യവസ്ഥയെക്കുറിച്ചിട്ട് എങ്ങനെയാണ് വിശകലനം ചെയ്തത്? അൽബറൂനി ജാതി വ്യവസ്ഥയെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ് വിശകലനം ചെയ്തതെന്നാണ്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല എന്ന് പറഞ്ഞു. ജാതി വ്യവസ്ഥയുടെ ബ്രാഹ്മണ വീക്ഷണം പൊതുവെ സ്വീകരിക്കുന്നു. തൊട്ടുകൂടായ്മ പ്രകൃതി നിയമത്തിനെതിരെയാണെന്ന് അദ്ദേഹം വിശദമാക്കി. താഴ്ന്നവരെന്ന് പരിഗണിക്കപ്പെട്ട ജാതിക്കാർ സാമൂഹികപരമായി അടിച്ചമർത്തലിന് വിധേയരായിരുന്നുവെങ്കിലും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. ഇതാണ് ജാതി വ്യവസ്ഥയെക്കുറിച്ചിട്ടുള്ള അൽബറൂനിയുടെ വിശകലനം എന്ന് പറയുന്നത്. ഇനി ഇബ്നു ബത്തൂത്തയെക്കുറിച്ചാണ്. ഇബ്നു ബത്തൂത്ത ഇന്ത്യൻ പട്ടണങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ഇബ്നു ബത്തൂത്ത ഇന്ത്യൻ പട്ടണങ്ങളെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു നോക്കാം. നൈപുണിയുള്ളവർക്ക് അപാരമായ സാധ്യതകൾ നൽകുന്നു. നൈപുണി എന്ന് പറഞ്ഞാൽ സ്കില്ലുകളാണ് അല്ലേ. അപ്പോൾ സ്കിൽസ് ഉള്ളവർക്ക് അപാരമായിട്ടുള്ള സാധ്യതകൾ നൽകുന്നു. ജനങ്ങൾ തിങ്ങി താമസിക്കുന്നു. സമൃദ്ധമായവ, ജനനിബിഡമായ തെരുവുകൾ, ആകർഷകമായ ചിന്തകൾ, വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് ഇബ്നു ബത്തൂത്ത ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ഇന്ത്യയെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി പട്ടണങ്ങളിലെ വ്യാപാര കേന്ദ്രങ്ങളെ ഇബ്നു ബത്തൂത്ത എങ്ങനെ വിശേഷിപ്പിച്ചേ നോക്കാം കേട്ടോ. പട്ടണങ്ങളിലെ വ്യാപാര കേന്ദ്രങ്ങളെക്കുറിച്ച് ഇബ്നു ബത്തൂത്ത വിശേഷിപ്പിച്ചിട്ടുള്ളത് സാമ്പത്തിക വിനിമയത്തിൻ്റെ കേന്ദ്രം, സാമ്പത്തിക വിനിമയത്തിൻ്റെ കേന്ദ്രം, സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രം, സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രം, പള്ളികളുടെയും അമ്പലങ്ങളുടെയും സാമീപ്യം, സംഗീതജ്ഞർ, ഗായകർ, നർത്തകർ തുടങ്ങിയവർക്ക് കലാപരിപാടികൾ നടത്താനുള്ള സൗകര്യം. ഇതാണ് എന്തിനെ കുറിച്ചിട്ട് ഇബ്നു ബത്തൂത്ത പറഞ്ഞത്? പട്ടണങ്ങളിലെ വ്യാപാര കേന്ദ്രങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഫ്രാൻകോയിസ് ബർണിയർ എന്ന് പറഞ്ഞിട്ട് ഒരാളെയും കൂടി നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബർണിയറുടെ വിവരങ്ങളുടെ പ്രത്യേകതകളാണ് ഇനി നമ്മൾ പറയണത്. ബർണിയർ പറഞ്ഞത് യൂറോപ്യൻ സമൂഹത്തെ ഉയർത്തിക്കാട്ടി. അദ്ദേഹത്തിൻ്റെ വിവരങ്ങളുടെ പ്രത്യേകതകളാണ് കേട്ടോ. വിവരണങ്ങളുടെ പ്രത്യേകത: യൂറോപ്യൻ സമൂഹത്തെ ഉയർത്തിക്കാട്ടി, സ്വകാര്യ സ്വത്തവകാശത്തെ ഉയർത്തിക്കാട്ടി, ഇന്ത്യൻ സമൂഹത്തിലെ ഒരു ചെറിയ ന്യൂനപക്ഷമായിട്ടുള്ള രാജാക്കന്മാർ, ധനികർ ഭൂരിപക്ഷമായിട്ടുള്ള
ദരിദ്രരെ അവരൊക്കെ ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. വിദൂര വിനിമയ വ്യാപാരം നടത്തിയിരുന്ന ഒരു കച്ചവട സമൂഹം നിലനിന്നിട്ടുണ്ട്. മുഗൾ നഗരങ്ങളെ ക്യാമ്പ് നഗരങ്ങൾ എന്ന് വിശേഷിപ്പിച്ചു. അടിവരടനെ ഇത് പഠിക്കുന്നത്. മുഗൾ നഗരങ്ങളെ ക്യാമ്പ് നഗരങ്ങൾ എന്ന് വിശേഷിപ്പിച്ചു. ആരാ വിശേഷിപ്പിച്ചേ? ഫ്രാൻകോയിസ് ബർണിയർ ആണ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഉൽപാദന നഗരങ്ങൾ, വ്യാപാര നഗരങ്ങൾ, തുറമുഖ നഗരങ്ങൾ, വിശുദ്ധ നഗരങ്ങൾ, തീർത്ഥാടന നഗരങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗം നഗരങ്ങൾ അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു. കച്ചവട സമൂഹത്തിൻ്റെ തലവൻ നഗർ സേത്ത് എന്ന പേരിൽ അറിയപ്പെട്ടു. എന്താ പേര്? നഗർ സേത്ത് എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നെ സതി നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ചില സ്ത്രീകൾ സ്വയം അത് അനുഷ്ഠിച്ചിരുന്നു, മറ്റുള്ളവരെ നിർബന്ധിച്ചിട്ടും ഉണ്ടായിരുന്നു എന്നുള്ളതും ബർണിയറുടെ വിവരണങ്ങളുടെ പ്രത്യേകതകളായിരുന്നു കേട്ടോ. ഇനി അടുത്തൊരു ചാപ്റ്ററാണ് ഭക്തി സൂഫി പാരമ്പര്യങ്ങൾ. എത്രാമത്തെ ചാപ്റ്ററാണ് ഭക്തി സൂഫി പാരമ്പര്യങ്ങൾ? 5ാമത്തെ ചാപ്റ്റർ. അതിൽ ആഴ്വാർമാരും നായനാർമാരും ഉണ്ട് അല്ലേ? ആഴ്വാർമാരും നായനാർമാരും എന്ന് പറയുന്നത് ഭക്തിപ്രസ്ഥാനം ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലാണ് ശക്തി പ്രാപിച്ചത്. അപ്പോൾ ഈ പറയുന്ന ആഴ്വാർമാരും നായനാർമാരുമാണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ആഴ്വാർമാരാരാണ്? വിഷ്ണു ഭക്തരാണ്. നായനാർമാരോ? ശിവഭക്തർ. ആഴ്വാർമാർ വിഷ്ണു ഭക്തരും നായനാർമാർ ശിവഭക്തരും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കേട്ടോ, കാരണം ചിലപ്പം വൺ വേർഡിനൊക്കെ ചോദിക്കും. അപ്പം ഞാനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആദ്യമൊക്കെ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പഠിച്ചു വെച്ചാൽ ആഴ്വാർമാരെന്നല്ലേ. അപ്പം ആഴ്വാർ എന്നുള്ളതിൽ വാ ഇല്ലേ, അപ്പോൾ അവരെന്താണ്? വിഷ്ണു ഭക്തരാണ്. അങ്ങനെ ഞാനിങ്ങനെ ഓർത്ത് വെച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓരോ കോഡ് ഭാഷയിൽ. ആഴ്വാർമാരാണ്, അതിൽ വാ വരുന്നുണ്ട്, വാഴെന്നുള്ള അല്ലേ. അപ്പം ആ വാ എന്നുള്ളത് വിഷ്ണു ഭക്തരാണ് എന്നുള്ളത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്നത് ശിവഭക്തരാണെന്ന് നമ്മൾ പഠിക്കുമല്ലോ. അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചിട്ട് ഓരോന്ന് പഠിക്കാം. നല്ല രസമാട്ടോ അപ്പോൾ പഠിക്കാൻ. അപ്പോൾ ഈ ആഴ്വാർമാരും നായനാർമാരും അവരുടെ ഇഷ്ട ദൈവങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് തമിഴിൽ കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആഴ്വാർമാരുടെ രചനകൾ 4000 ദിവ്യപ്രബന്ധം എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. 4000 ദിവ്യപ്രബന്ധം എന്നുള്ള പേരിൽ ആഴ്വാർമാരുടെ രചനകൾ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതില്ലേ വൺ വേർഡിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മുന്നൊക്കെ. പിന്നെ നായനാർ സന്യാസിമാരായിട്ടുള്ള അപ്പാറ്, സമ്പന്താറ്, സുന്ദരാറ് ഇവരുടെയൊക്കെ കൃതികളുടെ സമാഹാരമാണ് തേവാരം. ഏതാണ്? തേവാരം. ആരതൊക്കെയാണ്? നായനാർമാരായിട്ടുള്ള സന്യാസിമാരായ അപ്പാർ, സമ്പന്താർ, സുന്ദരാർ എന്നിവരുടെ കൃതികളുടെ സമാഹാരമാണ് എന്ത്? തേവാരം. അടുത്തതാണ് വീരശൈവ പ്രസ്ഥാനം. ഇമ്പോർട്ടൻ്റ് ആണ് വീരശൈവ പ്രസ്ഥാനം. ഇത് കർണാടകത്തിൽ രൂപം കൊണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഭക്തി പ്രസ്ഥാനമാണ്. ഇതിൻ്റെ നേതൃത്വം നൽകിയിട്ടുള്ള ആൾ ബസവണ്ണയാണ് കേട്ടോ. ആരാണ്? ബസവണ്ണയാണ്. വീരശൈവ പ്രസ്ഥാനം കർണാടകത്തിലാണ് നേതൃത്വം നൽകിയത് ബസവണ്ണയാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇതിൽ അംഗങ്ങളെ വിളിച്ചിരുന്നൊരു പേരുണ്ട്, ലിംഗായത്തുകൾ എന്നാണ് വിളിക്കുക. എന്താ? ലിംഗായത്തുകൾ എന്നാണ് ഇതിലെ അംഗങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. വീരശൈവർ ശിവഭക്തരായിട്ടുള്ള ആൾക്കാരാണ്. അവർ ശിവലിംഗത്തിനെ ആരാധിക്കുന്ന ആൾക്കാരായിരുന്നു. പിന്നെ ഈ ശിവഭക്തർ മരിച്ചു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് ശിവനിൽ വിലയം പ്രാപിക്കുന്നു എന്നിവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ലിംഗായത്തുകൾ എന്ന് പറയുന്നത് ആരാണ്? ഈ വീരശൈവ പ്രസ്ഥാനത്തിലെ അംഗങ്ങളാണ് അല്ലേ. ഇവർ ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടാതെ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ ഇതിനൊക്കെ അവർ എതിർത്തിട്ടുണ്ടായിരുന്നു. ശൈശവ വിവാഹത്തെ ഇവർ എതിർത്തു. വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവർ ബസവണ്ണ കന്നഡ ഭാഷയിലെ വചന സാഹിത്യത്തിന് പുരോഗതി നൽകിയിട്ടുണ്ടായിരുന്നു. സ്ത്രീകളും ഈ ഒരു വീരശൈവ പ്രസ്ഥാനത്തിലെ പങ്കാളികളായിരുന്നു. ഇതാണ് വീരശൈവ പ്രസ്ഥാനം. ഇനി ചിഷ്തി ഖ്വാൻഖയിലെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിക്കും കേട്ടോ. ചിഷ്തി ഖ്വാൻഖയിലെ ജീവിതം. ചിഷ്തി ഖ്വാൻഖയിലെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമൂഹിക ജീവിതത്തിൻ്റെ കേന്ദ്രങ്ങളാണ് ഖ്വാൻഖകൾ എന്ന് പറയുന്നത്. സാമൂഹിക ജീവിതത്തിൻ്റെ കേന്ദ്രങ്ങളാണ് എന്ത്? ഖ്വാൻഖകൾ എന്ന് പറയുന്നത്. അന്തേവാസികളും സന്ദർശകരും ഇവർ താമസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് എന്ത് ഉപയോഗിച്ചു? വലിയൊരു ഹാളും നിരവധി റൂമുകളുമുള്ള ഈ ഒരു ഖ്വാൻഖ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണോ? ഓക്കെ. അപ്പം ഈ ഷെയ്ഖിൻ്റെ കുടുംബാംഗങ്ങളും ശിഷ്യന്മാരൊക്കെ ഈ ഇവിടുത്തെ അന്തേവാസികളായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ ഹാളിൻ്റെ മേൽപ്പുരയിലുള്ള ചെറിയ റൂമിലാണ് ആര് താമസിച്ചത്? ഷെയ്ഖ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ട് രാവിലെയും വൈകുന്നേരമൊക്കെ എന്നും അദ്ദേഹം ഈ സന്ദർശകരെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ആഹാരം കഴിക്കാൻ പാകത്തിലുള്ളൊരു വലിയ തുറന്ന അടുക്കള അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഖ്വാൻഖയിൽ ഉണ്ടായിരുന്നേ. പിന്നെ ഷെയ്ഖിനെ ആദരിക്കുക, സന്ദർശകർക്ക് വെള്ളം കൊടുക്കുക, പുതിയ അംഗങ്ങളുടെ ശിരസ് മുണ്ഡനം ചെയ്യുക, യോഗാഭ്യാസങ്ങൾ നടത്തുക, ഇതൊക്കെയാണ് ഖ്വാൻഖയിലെ പ്രധാനപ്പെട്ട ആചാരങ്ങൾ. ഇനി എന്താണ് സിയാറത്ത്, എന്താണ് ഖവാലി എന്ന് ചോദിക്കും. സിയാറത്ത് എന്ന് പറഞ്ഞാൽ സൂഫി വര്യന്മാരുടെ ആത്മീയ അനുഗ്രഹം ലഭിക്കുമെന്നുള്ള വിശ്വാസം കൊണ്ട്
അവരുടെ ശവകുടീരങ്ങളിലേക്ക് നടത്തുന്ന തീർത്ഥാടനത്തെയാണ് സിയാറത്ത് എന്ന് പറയാം കേട്ടോ. സിയാറത്ത് എന്ന് പറയാം. ക്ലിയർ ആണോ? സൂഫി വര്യന്മാരുടെ ആത്മീയ അനുഗ്രഹം ലഭിക്കുമെന്ന വിശ്വാസത്താൽ അവരുടെ ശവകുടീരങ്ങളിലേക്ക് നടത്തുന്ന തീർത്ഥാടനത്തെയാണ് സിയാറത്ത് എന്ന് പറയുന്നത്. സിയാറത്ത് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ. ഇനി ഖവാലി. ഖവാലി എന്ന് പറഞ്ഞാൽ സംഗീതവും നൃത്തവും ഒക്കെ സിയാറത്തിൻ്റെ ഭാഗമാണ്. അവ മിസ്റ്റിക്കൽ കീർത്തനങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ആലപിച്ചിരുന്നത് ഒരു പ്രത്യേക പരിശീലനം കിട്ടിയിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്, സംഗീതജ്ഞരാണ്. അവരാണ് ഖവാലികൾ. എന്താണ്? അവരാണ് ഖവാലികൾ. പിന്നെ മീരാബായ്, കബീർ, ഗുരുനാനാക്ക് ഒക്കെയാണ്. അവരെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചാപ്റ്ററാണ് വിജയനഗര സാമ്രാജ്യം. ഏതാണ്? വിജയനഗര സാമ്രാജ്യം. ഈ വിജയനഗര സാമ്രാജ്യത്തിലെ 4 രാജവംശങ്ങൾ സാമ്രാജ്യം മാറി മാറി ഭരിച്ചിട്ടുണ്ട്. അത് ആരൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാ? സംഗമ, തുളുവ, സാലുവ, അരവിടും. സംഗമ, തുളുവ, സാലുവ, അരവിടും. ഇതാണ് വിജയനഗര സാമ്രാജ്യത്തിൽ മാറി മാറി ഭരിച്ചിട്ടുണ്ടായിരുന്ന 4 രാജവംശങ്ങളെ. ഇനി വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരി ആരാന്നറിയാലോ? ആരാണ്? കൃഷ്ണദേവരായർ. ആരാണ്? കൃഷ്ണദേവരായരായിരുന്നു കേട്ടോ. ഓക്കെ. ഇനി അദ്ദേഹം രാജകീയ പ്രൗഢിയുള്ള കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളൊക്കെ പണി കഴിപ്പിച്ചു. അതിൽ മൂപ്പര് പണി കഴിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളാണ്. ഒന്ന് ഹസാര രാമസ്വാമി ക്ഷേത്രവും വിത്തല സ്വാമി ക്ഷേത്രവും. 2 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. കൃഷ്ണദേവരായർ പണി കഴിപ്പിച്ചിട്ടുള്ള 2 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ പേര് എഴുതാൻ ചോദിക്കും. ഏതാണ്? ഹസാര രാമസ്വാമി ക്ഷേത്രം, വിത്തല സ്വാമി ക്ഷേത്രം. ഇനി കൃഷ്ണദേവരായർ നല്ലൊരു എഴുത്തുകാരനും കൂടിയായിരുന്നു. അദ്ദേഹം രചിച്ചിട്ടുള്ള 2 പുസ്തകങ്ങളുടെ പേര് എഴുതാൻ പറഞ്ഞാൽ എന്തെഴുതുക? തെലുങ്കിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് ഏത്? അമുക്തമാല്യത. സംസ്കൃതത്തിൽ എഴുതിയതാണ് ഉഷാപരിണയം. അപ്പോൾ കൃഷ്ണദേവരായരുടെ 2 പുസ്തകത്തിൻ്റെ പേര് ചോദിച്ചാൽ എന്താ എഴുതുക? അമുക്തമാല്യത, ഉഷാപരിണയം. അമുക്തമാല്യത ഏതിലാണ്? തെലുങ്കിലും. ഉഷാപരിണയം സംസ്കൃതത്തിലാണ്. ഇനി മുഗൾ കാലഘട്ടത്തിലെ കാർഷിക സമൂഹം എന്ന് പറഞ്ഞ 7ാമത്തെ ചാപ്റ്ററിലെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഐനി അക്ബരി എന്ന് പറയുന്ന ബുക്ക് ആരാ എഴുതിയിട്ടുള്ളത്? ഐനി അക്ബരി. ഓർമ്മയില്ലേ? ആരായിരുന്നു? ഐനി അക്ബരി. അബുൾ ഫസലാണ് എഴുതിയത് കേട്ടോ. അബുൾ ഫസലാണ് എഴുതിയത്. അക്ബറിൻ്റെ രാജകൊട്ടാരത്തിലെ ഫിലോസഫറായിരുന്നു, ഹിസ്റ്റോറിയൻ ആയിരുന്നു. ആര്? അബുൾ ഫസൽ. അദ്ദേഹം എഴുതിയതാണ് ഐനി അക്ബരി. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. മുഗൾ കാലഘട്ടത്തിലെ കാർഷിക ജീവിതത്തെക്കുറിച്ച് വിവരം തരുന്ന സ്രോതസ്സുകൾ ഏതൊക്കെ? മുഗൾ കാലഘട്ടത്തിലെ കാർഷിക ജീവിതത്തെക്കുറിച്ച് വിവരം തരുന്ന മറ്റ് സ്രോതസ്സുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഒന്ന് ഐനി അക്ബരിയാണ്. ആരെഴുതിയത്? അബുൾ ഫസൽ എഴുതിയത്. രണ്ടാമത്തത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ നികുതി രേഖകളാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ നികുതി രേഖകളാണ്. മൂന്നാമത്തത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രേഖകൾ. മൂന്നാമത്തത് എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രേഖകൾ. പിന്നെ ഐനി അക്ബരി നേരത്തെ പറഞ്ഞ്. അതായത് മുഗൾ കാലഘട്ടത്തിലെ കാർഷിക ജീവിതത്തെക്കുറിച്ച് നമുക്ക് തരുന്ന വിവരങ്ങൾ ഇതൊന്നാണ് കേട്ടോ. ഇനി 17ാം നൂറ്റാണ്ടിൽ 2 തരം കർഷകരുണ്ടായിരുന്നു. ഏതാണെന്നറിയില്ലേ? ഗുദ് കഷ്ത, പാഹി കഷ്ത. ഏതാണ്? ഗുദ് കഷ്ത, പാഹി കഷ്ത. ഗുദ് കഷ്ത എന്ന് പറഞ്ഞാൽ എന്താ? കൃഷി ഭൂമിയുടെ ഉടമകളായിരുന്ന ഇവർ ഗ്രാമങ്ങളിൽ സ്ഥിര താമസക്കാരായിരുന്നു. കൃഷിഭൂമിയുടെ ഉടമകളായിരുന്ന ഇവർ ഗ്രാമങ്ങളിൽ സ്ഥിര താമസക്കാരായിരുന്നു. ആര്? ഗുദ് കഷ്ത. ഇനി പാഹി കഷ്ടയോ? മറ്റ് ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് കരാർ അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്നവരാണ് പാഹി കഷ്ട. മറ്റ് ഗ്രാമങ്ങളിൽ നിന്ന് വന്നിട്ട് കരാർ അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്നവരാണ് ആര്? പാഹി കഷ്ട. ഇനി മുഗളന്മാരുടെ ഭൂനികുതി സമ്പ്രദായത്തിന് 2 ഘടകങ്ങളുണ്ട്. മുഗളന്മാരുടെ ഭൂനികുതി സമ്പ്രദായത്തിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ഭൂനികുതി നിശ്ചയിക്കലും 2 നികുതി പിരിച്ചെടുക്കലും. ഈ ഭൂനികുതി നിശ്ചയിക്കലില്ലേ, അതിൽ നിശ്ചയിക്കുന്ന തുക ജമ എന്നറിയപ്പെട്ടു. ജമ എന്നാണ് അറിയപ്പെട്ടത്. ഭൂനികുതി പിരിച്ചെടുക്കുന്ന തുക ഹസിൽ എന്നാണ് അറിയപ്പെട്ടത്. എന്താണ്? ഹസിൽ എന്നാണ് അറിയപ്പെട്ടത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ 98ാമത്തെ പേജിലാണ് കേട്ടോ. 98ാമത്തെ പേജിലുണ്ടേ. ഇനി അടുത്തത് 8ാമത്തെ ചാപ്റ്ററാണ് മുഗൾ രാജാക്കന്മാരും കൊട്ടാര ചരിതങ്ങളും. അതിൽ അക്ബർനാമ എഴുതിയത് ആരാണ്? അബുൾ ഫസലാണ് കേട്ടോ. ഐനി അക്ബരി എഴുതിയിട്ടുള്ള അതേ അബുൾ ഫസലാണ് അക്ബർനാമ എഴുതിയിട്ടുള്ളത്. ബാദ്ഷാനാമ എഴുതിയിട്ടുള്ളത് അബ്ദുൽ ഹമീദ് ലാഹോരിയാണ്. ബാദ്ഷാനാമ എഴുതിയത് അബ്ദുൽ ഹമീദ് ലാഹോരി. ഇത് രണ്ടും എന്താണെന്നറിയോ? ആഖ്യാനങ്ങളാണ്, അല്ലെങ്കിൽ ക്രോണിക്കിൾസ് ആണെന്ന് പറയും കേട്ടോ. അതായത്
മുഗൾ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുഗൾ രാജാക്കന്മാരെയും ഭരണ സംവിധാനത്തെയും പറ്റി അറിയാൻ നമുക്ക് വിവരങ്ങൾ തരുന്ന ചരിത്ര സ്രോതസ്സാണ് എന്ത്? കൊട്ടാര ചരിതങ്ങൾ അല്ലെങ്കിൽ ക്രോണിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി അക്ബർനാമയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അബുൾ ഫസലാണ് അക്ബർനാമ എഴുതിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഈ അക്ബറിൻ്റെ കൊട്ടാരത്തിലെ ഉപദേശകനും വക്താവുമായിരുന്നു കേട്ടോ. 13 വർഷത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് അക്ബർനാമ പൂർത്തീകരിച്ച് കഴിഞ്ഞത്. അക്ബർനാമയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് അക്ബറുടെ ഭരണ സംവിധാനം, 2 സാമൂഹിക സാമ്പത്തിക സ്ഥിതിഗതികൾ, 3 ഭൂമിശാസ്ത്ര സവിശേഷതകൾ. ഈ ഷാജഹാൻ്റെ കാലഘട്ടത്തിലാണ് ബാദ്ഷാനാമ രചിച്ചത് കേട്ടോ. ആരാണ്? അബ്ദുൽ ഹമീദ് ലാഹോരിയാണ് എഴുതിയിട്ടുള്ളത്. ഇനി എന്താണ് സുൽഹ് ഇ കുൽ എന്ന് ചോദിച്ചാൽ കേട്ടോ, സുൽഹ് ഇ കുൽ എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുഗൾ സമൂഹത്തിൽ വിവിധ വംശങ്ങളിലും മതത്തിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നേ. അപ്പോൾ മുഗൾ ഭരണാധികാരി എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിച്ചിട്ടും ഉണ്ടായിരുന്നു. സാമൂഹിക സമത്വം, സമാധാനം, ഇതിനൊക്കെ മുഗൾ ഭരണാധികാരികൾ മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. എല്ലാ മതങ്ങൾക്കും ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പൂർണ്ണ സമാധാനമായിരുന്നു ഈ നയത്തിൻ്റെ ലക്ഷ്യം തന്നെ കേട്ടോ. അപ്പോൾ ഈ നയത്തിന് അറിയപ്പെട്ടത് സുൽഹ് ഇ കുൽ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി മുഗൾ ഭരണ സമ്പ്രദായത്തിൽ മുഗൾ മന്ത്രിസഭ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 109-ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊരു കള്ളിയൊക്കെ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മുഗൾ മന്ത്രിസഭ. അതെന്താണെന്ന് ജസ്റ്റ് നോക്കി പോണേ. മിർബക്ഷി പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ സൈനിക വകുപ്പിൻ്റെ തലവനാണ്. ദിവാൻ ഇ അല എന്ന് പറയുന്നുണ്ട്, അത് ധനകാര്യ മന്ത്രിയാണ്. സദർ അസ് സദർ എന്ന് പറഞ്ഞാൽ നീതിന്യായ കാര്യങ്ങളുടെ ചുമതല. ഓക്കെ, മിർബക്ഷി, ദിവാൻ ഇ അല, സദർ അസ് സദർ, ഇത് ഓർത്ത് വെക്കണേ. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അക്ബറിൻ്റെ മതനയം എന്നുള്ളത്. അക്ബർ എന്ന് പറഞ്ഞാൽ നല്ലൊരു മികച്ച ഭരണാധികാരിയായിരുന്നു എന്നറിയാമല്ലോ. അപ്പോൾ അത്രയും നല്ലൊരു ഭരണാധികാരിയായിട്ടുള്ള അദ്ദേഹം മതകാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. എല്ലാ മതങ്ങളുടെയും ദർശനങ്ങളെ അറിയാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് തന്നെ വിവിധ മതപണ്ഡിതന്മാരുടെ ചർച്ചകളൊക്കെ മൂപ്പര് നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടക്കുന്ന ചർച്ചകൾക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടമാണ് ഇബാദത്ത് ഖാന എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ സൂര്യനെയും പ്രകാശത്തെയും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ആരാധനാക്രമത്തിന് അക്ബർ രൂപം നൽകുകയുണ്ടായി. അതാണ് ദീൻ ഇലാഹി. എന്താണ്? സൂര്യനെയും പ്രകാശത്തെയും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ആരാധനാക്രമത്തിന് അക്ബർ രൂപം നൽകി. അതാണ് ദീൻ ഇലാഹി അഥവാ തൗഹീദ് ഇലാഹി എന്ന് അറിയപ്പെടുന്നത്. ഇനിയാണ് 9-ാമത്തെ ചാപ്റ്റർ, കോളനി വാഴ്ചയും ഗ്രാമപ്രദേശങ്ങളും. ഇതിലാദ്യം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്താണെന്ന് ചോദിക്കും. അതായത് പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. 1793 ബംഗാളിൽ നടപ്പിലാക്കിയിട്ടുള്ള പുതിയ ഭൂനികുതി സമ്പ്രദായത്തിനെയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത് കേട്ടോ. ഈ നയം നടപ്പിലാക്കിയിട്ടുള്ള ആൾ കോൺവാലിസ് പ്രഭു ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയിട്ടുള്ള ആളാരാ? കോൺവാലിസ് പ്രഭു ആണ് കേട്ടോ. വൺ വേർഡിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ ജമീന്ദാർമാരും കരം പിരിവുകാരും കരം പിരിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥരായിട്ട് മാറി. ജമീന്ദാരി അധികാരം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിരുന്നു. ജമീന്ദാർമാർ കമ്പനിക്ക് അടയ്ക്കേണ്ട തുക സ്ഥിരമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും തരത്തിൽ വില തകർച്ചയോ വിളനാശമോ ഉണ്ടായിട്ട് അടയ്ക്കാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇളവും അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നികുതി സ്ഥിരമായി നിശ്ചയിക്കുന്നതിലൂടെ കമ്പനിക്ക് വരുമാനം വർദ്ധിപ്പിക്കാം. ഇതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇനി അടുത്തതാണ് ജോട്ടേദാർമാരുടെ ഉയർച്ച. ആരാണ് ജോട്ടേദാർമാർ എന്ന് പറയുന്നത്? ബംഗാളിലെ ധനികരായ കർഷകരെയാണ് ജോട്ടേദാർ എന്നുള്ള വിളിച്ചിട്ടുള്ളത്. ജോട്ടേദാർമാർ എന്ന് പറഞ്ഞാൽ ബംഗാളിലെ ധനികരായിട്ടുള്ള കർഷകരാണ് കേട്ടോ. ഇവരുടെ പ്രധാന സവിശേഷത എന്താ വെച്ചാൽ ഇവർക്ക് 1000 കണക്കിന് ഏക്കർ കൃഷിഭൂമി കയ്യിലുണ്ട്. പിന്നെ പ്രാദേശിക വ്യാപാരം നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു. കർഷകർക്ക് പണം പലിശയ്ക്ക് ഇവർ നൽകിയിട്ടുണ്ടായിരുന്നു. ജോട്ടേദാർമാരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്നത് പാട്ടക്കാരായിരുന്ന ജനങ്ങളായിരുന്നു. പിന്നെ ഗ്രാമപ്രദേശങ്ങളിൽ ജോട്ടേദാർമാർ ശക്തരായിരുന്നു കേട്ടോ. പിന്നെ ഹവേൽദാസ്, ഗാണ്ടിദാസ് അല്ലെങ്കിൽ മണ്ഡൽസ് എന്നുള്ള പേരിലും ഈ ജോട്ടേദാർമാർ അറിയപ്പെട്ടിരുന്നു. ഇനി 5-ാം റിപ്പോർട്ട് അല്ലെങ്കിൽ ദ 5th റിപ്പോർട്ട് എന്താണെന്ന് ചോദിച്ചാൽ 5-ാം റിപ്പോർട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബംഗാളിലെ വിവിധ ഗ്രാമങ്ങളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്ന രേഖയാണ് 5-ാം റിപ്പോർട്ട്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബംഗാളിലെ വിവിധ ഗ്രാമങ്ങളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്ന അല്ലെങ്കിൽ അറിവ് നൽകുന്ന രേഖയാണ് 5-ാം റിപ്പോർട്ട്.
ഇനി റൈറ്റ് വാരി സമ്പ്രദായം എന്താണെന്ന് ചോദിക്കും. റൈറ്റ് വാരി സമ്പ്രദായം ബോംബെ ഡെക്കാൻ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള ഭൂനികുതി നയമാണ് റൈറ്റ് വാരി സമ്പ്രദായം. ഇതനുസരിച്ചിട്ട് നികുതി കർഷകരിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. കർഷകന്റെ ശരാശരി വരുമാനം കണക്കാക്കിയാണ് നികുതി നിശ്ചയിക്കുന്നത്. ഇങ്ങനെ നിശ്ചയിച്ചിട്ടുള്ള തുകയല്ലേ ഓരോ 30 വർഷം കൂടുന്തോറും പുതുക്കാൻ വേണ്ടിയിട്ടും പറ്റും. എന്നാൽ ഈ കമ്പനി നിശ്ചയിച്ച നികുതി നൽകുന്നതിൽ ആര് പരാജയപ്പെട്ടിട്ടുണ്ട്? കർഷകർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് റൈറ്റ് വാരി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ? ബോംബെ ഡെക്കാൻ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള ഭൂനികുതി നയമാണ് റൈറ്റ് വാരി സമ്പ്രദായം. അടുത്ത ചാപ്റ്റർ 1857 വിപ്ലവം കേട്ടോ. ഇതിൽ 136 പേജിലും 137 പേജിലും ഇത് എവിടേക്കാണ് നടന്നിട്ടുള്ളത്, ഇതിൻ്റെ സ്ഥലങ്ങൾ, ഈ കലാപം നടന്ന സ്ഥലങ്ങളും നേതാക്കന്മാരെയും കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബഹദൂർ ഷാ സഫർ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്നു. സഫർ എന്ന തൂലികാ നാമത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി റാണി ലക്ഷ്മിബായി ഝാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധര റാവുവിൻ്റെ പത്നിയാണ്. യഥാർത്ഥ പേരെന്താണ്? മണികർണിക എന്നാണ് യഥാർത്ഥ പേര്. പിന്നെ നാനാ സാഹിബാണ്. അദ്ദേഹം കാൺപൂരിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിനൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിട്ടുള്ള സേവകനാണ് ആര്? താന്തിയ തോപ്പി കേട്ടോ. താന്തിയ തോപ്പി നാനാ സാഹിബിൻ്റെ വിശ്വസ്ത സേവകനാണ്. ഇനി ബീഗം ഹസ്രത്ത് മഹൽ അവധിലെ ഭരണാധികാരിയായിരുന്ന വാജിദ് അലി ഷായുടെ പത്നിയാണ് ആര്? ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറയുന്നത്. പിന്നെ ഈ വാജിദ് അലി ഷായെ കൽക്കട്ടയിലേക്ക് ബ്രിട്ടീഷുകാർ നാട് കടത്തുന്നുണ്ട്. അതിനെ തുടർന്നിട്ട് അവധിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ് കേട്ടോ. പിന്നെ 137 പേജിൽ നേതാക്കന്മാരും ചില സ്ഥലങ്ങളും പറയുന്നുണ്ട്, അതൊന്ന് നോക്കണേ. പിന്നെ ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ഡൽഹൌസി പ്രഭു ആണ് കേട്ടോ. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു. ഒരു നാൾ നമ്മുടെ വായിൽ വീഴുന്ന ചെറിപ്പഴമെന്ന് അവധിനെ കുറിച്ചിട്ട് ഒരാൾ പ്രസ്താവിച്ചിട്ടുണ്ട്. അതാരാണ്? ഡൽഹൌസി ആണ് കേട്ടോ. അവധിലെ ഈ സമ്പത്ത് കൈവശപ്പെടുത്താനൊക്കെ മൂപ്പർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഡൽഹൌസിയാണ് ഒരു നാൾ നമ്മുടെ വായിൽ വീഴുന്ന ചെറിപ്പഴം എന്ന് പറഞ്ഞത്. എന്തിനെ കുറിച്ചിട്ട്? അവധിനെ കുറിച്ച്. അടുത്തത് മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനം എന്നുള്ള ചാപ്റ്ററാണ്. ഇതിൽ ചമ്പാരൻ സത്യാഗ്രഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. 1917 ഇത് നടന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ പരീക്ഷണമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരനിലെ നീലം കർഷകരെ യൂറോപ്യൻ തോട്ട ഉടമകൾ ചൂഷണം ചെയ്യുന്നതിനെതിരെയായിട്ടാണ് ഈ ഒരു സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. അടുത്തത് അഹമ്മദാബാദിലാണ്. 1918 കേട്ടോ. അവിടുത്തെ മിൽ തൊഴിലാളികളുടെ വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ് ഗാന്ധിജി ഇടപെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തതാണ് ഖേദ സത്യാഗ്രഹം എന്ന് കേട്ടില്ലേ? ഗുജറാത്തിലെ ഖേദയിലെ കർഷകർക്ക് ഭൂനികുതിയിൽ ഇളവ് അനുവദിക്കുന്ന പ്രശ്നത്തിലും ഗാന്ധിജി ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അഹമ്മദാബാദും ഖേദ സത്യാഗ്രഹവും 1918. ഇനി എന്താണ് റൗലറ്റ് നിയമം എന്നുള്ളത്? 1919 ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് റൗലറ്റ് നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നത്. ഏതൊരു വ്യക്തിയെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടങ്കലിൽ വെക്കാനുമുള്ള അധികാരമാണ് ഈ നിയമം ഗവൺമെൻറ്റിന് നൽകിയത്. ഇത് 150 പേജിലാണ് കേട്ടോ. 150. ഇനി അടുത്ത ചാപ്റ്ററാണ് വിഭജനത്തെ മനസ്സിലാക്കൽ. അതിൽ പറയുന്നത് പാകിസ്ഥാൻ പ്രമേയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പാകിസ്ഥാൻ പ്രമേയം 1940 മാർച്ച് 23 ലാഹോറിൽ വെച്ച് കൂടിയിട്ടുള്ള സർവേന്ത്യ മുസ്ലിം ലീഗ് സമ്മേളനം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് സ്വയം ഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കുകയുണ്ടായി. അതാണ് പാകിസ്ഥാൻ പ്രമേയം എന്നറിയപ്പെട്ടെ. 1940 മാർച്ച് 23 ലാഹോറിൽ വെച്ച് കൂടിയിട്ടുള്ള സർവേന്ത്യ മുസ്ലിം ലീഗ് സമ്മേളനം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് സ്വയം ഭരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പ്രമേയം പാസ്സാക്കിയത്. ഇതാണ് പാകിസ്ഥാൻ പ്രമേയം എന്നറിയപ്പെടുന്നത്. ഇനി ക്യാബിനറ്റ് മിഷൻ എന്നാൽ എന്താണ്? ആ ക്യാബിനറ്റ് മിഷനിലുള്ള അംഗങ്ങളുടെ പേര് ചോദിച്ചാൽ 1946 മാർച്ചിൽ ഇന്ത്യൻ നേതാക്കളുമായിട്ട് അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാബിനറ്റ് മിഷനെ ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് അയച്ചത്. അതിലുള്ള അംഗങ്ങളാണ് പെത്തിക് ലോറൻസ്, സർ സ്റ്റഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. ആരൊക്കെയാണ്? പെത്തിക് ലോറൻസും സർ സ്റ്റഫോർഡ് ക്രിപ്സും A.V. അലക്സാണ്ടറും കേട്ടോ. 13ാമത്തെ ചാപ്റ്റർ കേരള പ്രാചീന കാലം മുതൽ ആധുനിക കാലം വരെ. പ്രധാനപ്പെട്ട മഹാശില സംസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നന്നങ്ങാടികൾ, കൽവളയം, കന്മേശ,
കല്ലറകൾ, മുനിയറകൾ, തൊപ്പിക്കല്ല്, കുടക്കല്ല്, കൽത്തൊട്ടി, നാട്ടുകല്ല് എന്നിവയാണ് പ്രധാനപ്പെട്ട മഹാശിലാ സംസ്കാരങ്ങളെ. 5 തിണകളിൽ ഏതെങ്കിലും 2 എഴുതാൻ ചോദിച്ചാൽ കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ ഇതിലേതെങ്കിലും എഴുതിയാൽ മതി കേട്ടോ. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മ. ആധുനിക കൊച്ചിയുടെ സ്ഥാപകൻ ആരാ ചോദിച്ചാൽ ശക്തൻ തമ്പുരാൻ. ഇനി ഏറ്റവും ലാസ്റ്റിലെ ചാപ്റ്ററാണ് ആധുനിക കേരളം കേട്ടോ. അതിൽ ഹെർമൻ കൊണ്ടുപോയിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള 2 പത്രങ്ങളുടെ പേര് എഴുതാൻ ചോദിച്ചാൽ രാജ്യസമാചാരം, പശ്ചിമോദയം. രാജ്യസമാചാരം, പശ്ചിമോദയം. പഴശ്ശി കലാപത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഇയറോ അല്ലെങ്കിൽ കാലഘട്ടം എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ 1793 മുതൽ 1797 വരെയുള്ള കാലഘട്ടമാണ് ആദ്യത്തെ കാലഘട്ടം. ആദ്യത്തെ പഴശ്ശി കലാപം ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരായിട്ട് നികുതി നയത്തിനെതിരായിട്ട് ഉള്ളതാണ് കേട്ടോ. രണ്ടാമത്തെ കാലഘട്ടം 1800 മുതൽ 1805 വരെയാണ്. ഇത് ബ്രിട്ടീഷുകാർ വയനാട് മേഖല പിടിച്ചടക്കുന്നതിന് എതിരായിട്ടായിരുന്നു രണ്ടാമത്തെ നടന്നിട്ടുണ്ടായത്. 1805 മാവിലത്തോട് വെച്ചിട്ട് പഴശ്ശി മരണപ്പെടുന്നത്. അതോടുകൂടിയിട്ടാണ് ഈ പഴശ്ശി സമരം അവസാനിച്ചത്. കുറിച്യ കലാപം ഏത് ഗോത്ര ജനവിഭാഗങ്ങളുടേതാണെന്ന് ചോദിച്ചാൽ കുറിച്യരും കുറുമ്പരരുടെയാണ് കേട്ടോ. 1812 നേതൃത്വം നൽകിയത് ആരാണ്? രാമനമ്പിയാണ്. രാമനമ്പിയാണ് നേതൃത്വം നൽകിയത്. ഇനി 182, 183 പേജുകളുണ്ടല്ലോ. അതൊന്ന് നോക്കിയാൽ നമുക്ക് സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചിട്ട് അവരുടെ ബുക്സ്, അവരുടെ ആശയങ്ങൾ ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതിലൊരു 2-3 ആളെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ലാസ്റ്റ് കേരളം നിലവിൽ വന്നതെന്നാണ് 1856 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. അപ്പോൾ 2 വീഡിയോ കൊണ്ട് നമ്മൾ 1 മുതൽ 14 വരെയുള്ള ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കേട്ട് നോക്കുക, റിപ്പീറ്റഡായിട്ട് ക്ലാസ് കേൾക്കുക. പിന്നെ അതേപോലെ കുറേ വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങൾ പോയിട്ടൊന്ന് സെർച്ച് ചെയ്യുക, കാണുക. അതിലൊക്കെ essay ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടിരുന്ന് പഠിക്കുക. താങ്ക്